ഹലോ വെൽക്കം ടു ചിന്നൂസ് ക്രാഫ്റ്റ്. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പേപ്പർ വെച്ചിട്ടൊരു ബട്ടർഫ്ലൈനെയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാനൊരു സ്ക്വയർ ആയിട്ടുള്ളൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണുന്ന പോലെ ക്രോസിന് മടക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഓപ്പോസിറ്റായിട്ട് വെച്ചിട്ട് പിന്നെയും ക്രോസിന് മടക്കുക. അതിനുശേഷം സെൻറ്ററിൽ വെച്ചിട്ട് രണ്ടായിട്ട് പാർട്ടീഷൻ ചെയ്യുന്ന രീതിയിൽ മടക്കിയെടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ റെക്റ്റാങ്കിൾ ഷേപ്പിന് ഇതിനെ മടക്കിയെടുക്കണം. അത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ മടക്കിയെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ രണ്ട് സൈഡും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം ഇതിനെ അകത്തേക്ക് മടക്കിയെടുക്കാനായിട്ട്. അതിനുശേഷം ഇതിനെ നമ്മൾ രണ്ടായിട്ട് മടക്കണം. എന്നിട്ട് ഈ എൻഡ് പോർഷൻ നമുക്ക് റൗണ്ടിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ആദ്യത്തെ പോർഷനായി നമുക്ക് മുകളിലോട്ടൊന്ന് മടക്കാം. രണ്ട് സൈഡും അതുപോലെ മുകളിലോട്ട് മടക്കിയെടുക്കാം. കൊച്ചു കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ, ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം നമുക്കതിനെ തിരിക്കാം. തിരിച്ചിട്ട് ആ കോണ് പോലെ ഇരിക്കുന്ന ഭാഗത്തെ നമുക്ക് താഴോട്ട് വലിച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അതിനെ ഉള്ളിലൂടെ തിരിച്ച് മടക്കിയെടുക്കുക. അന്നേരം നമുക്കൊരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിന് കിട്ടുന്നതായിരിക്കും. കണ്ടോ, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടർഫ്ലൈ ആണ്. വളരെ കളർ പേപ്പേഴ്സ് എല്ലാം ഒത്തിരി യൂസ് ചെയ്ത് നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ബട്ടർഫ്ലൈസ് നമുക്ക് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ഞാൻ വേറൊരു പേപ്പറിലും കൂടി ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലേ, ഇത് ഞാൻ വേറൊരു പേപ്പർ വെച്ചിട്ട് ചെയ്തതാണ്. അങ്ങനെ നമ്മൾ ഇത്രയും ബട്ടർഫ്ലൈസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. ഓക്കെ, ബൈ.